യേശുകർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർക്കും സഭകൾക്കുമുള്ളതായിരിക്കുന്ന അറിയിപ്പ് ദയവായി ശ്രദ്ധിക്കുക. ഈ പ്രാവശ്യത്തെ ശുശ്രൂഷകന്മാരുടെ സ്ഥലമാറ്റങ്ങൾ നടക്കണമെങ്കിൽ എല്ലാ സഭകളും ആ സഭകളുടെ മെമ്പർഷിപ്പ് ഫീസ് അടച്ചിരിക്കണം. 50 രൂപയാണ് മെമ്പർഷിപ്പ് ഫീസ്. 100 രൂപ സഭയുടെ രജിസ്ട്രേഷൻ ഫീസും ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അത് എന്നെ ഏൽപ്പിക്കേണ്ടതാണ്, അഥവാ സെൻറ്ററിൻ്റെ സെക്രട്ടറിയെ ഏൽപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് അടച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ നമുക്ക് ലഭിക്കത്തുള്ളൂ. കുമ്മനാട്ട് നിന്നുള്ള ഒരു അറിയിപ്പാണ്, അത് എല്ലാവരെയും അറിയിക്കുന്നു. ദയവായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സഹകരിക്കുവാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. സെൻറ്ററിന് വേണ്ടി സെക്രട്ടറി പാസ്റ്റർ തോമസ് മാത്യു. മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതായത് പാവപ്പെട്ട ദൈവദാസന്മാരെയും കൊണ്ട് ചൂടുചോറ് വാരിക്കുന്ന നിലപാടാണ് കേരള സ്റ്റേറ്റ് എടുത്തിരിക്കുന്നത്. ഒരു ഔദ്യോഗികമായിട്ടൊരു ലെറ്റർ ഇറക്കാതെ ഈ പാവങ്ങളോടെ വിളിച്ചു പറയുക, അതനുസരിച്ച് ഇവർ ഇത്തരത്തിൽ താഴോട്ട് സഭകളിൽ ഇത്തരത്തിൽ വരട്ടുക. നോക്കൂ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു വ്യാജ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുകയും എന്നാൽ നാളിതുവരെ അത് എവിടെയാണോ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതായത് ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ നിന്നും അതിന് അംഗീകാരമോ യാതൊന്നും ലഭ്യമാകാതെ അവിടെ നിന്നുള്ള വിവരാവകാശ നിയമം അനുസരിച്ച് 2002 നിലവിലുള്ള IPCയുടെ ഔദ്യോഗിക ഭരണഘടന മാത്രമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം താബോർ സഭ ഒരു കേസ് നൽകിയപ്പോൾ ആ കേസിൻ്റെ ആവശ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ജനറൽ തന്നെ കൊടുത്തിരിക്കുന്നത് IPCയുടെ ഭരണഘടന 2002 ഭരണഘടനയാണെന്നാണ്. ഇതാണ് വാസ്തവം. ആ ഭരണഘടന പ്രകാരം ഏതൊരു വിശ്വാസിയുടെയും അംഗത്വ ഫീസ് 5 രൂപയാണ്. എന്നാൽ ഇല്ലാത്ത ഭരണഘടന വെച്ചുകൊണ്ട് 50 രൂപ, അതായത് 10 ഇരട്ടിയായിട്ട് വാങ്ങുകയും അത് ഒരു സംഘടനയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വ്യാജമായി അംഗത്വ ഫീസ് നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി വാങ്ങുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഇത്തരത്തിൽ ഒരു കത്ത് യഥാർത്ഥത്തിൽ ഇറക്കേണ്ടതാണ്. അതായത് 50 രൂപ അംഗത്വ ഫീസ് തരാത്ത സഭകളിൽ സ്ഥലമാറ്റം നൽകുന്നതല്ല. ഇതേതെങ്കിലും ശുശ്രൂഷകനോട് പറയിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ നിയമപരമായി അത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് തീർച്ചയായും ആ കത്തിറക്കുക. IPCയുടെ ഭരണഘടന വെച്ച് 5 രൂപയല്ല അംഗത്വ ഫീസ് 50 രൂപയാണ്. അത് തരാത്തവർക്ക് ആ സഭയിലേക്ക് സ്ഥലമാറ്റം നൽകുന്നതല്ല എന്നുള്ള കത്ത് നിങ്ങൾ ഇറക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് ആർജവം കാണിക്കണം. ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ആ കത്ത് കിട്ടിയാൽ കൃത്യമായി അത് നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഉത്തരവാദിത്തപ്പെട്ട ഇത് രജിസ്റ്റർ ചെയ്യുന്ന ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിലും ബഹുമാനപ്പെട്ട കോടതിയിലും ഇത് കൃത്യമായി പരാതിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു കാര്യം, IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ കൊന്ന നിൽക്കുന്നതിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ സെക്രട്ടറി ആയതിന് ശേഷം സ്ഥലമാറ്റ കാര്യത്തിൽ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നത്. അതും തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണ് ഇതുണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, കേരള സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് സമയത്താണ് ബ്രദർ എബി സ്റ്റീഫൻ കേസിൽ ഇല്ലാത്ത പൊല്ലാപ്പുകൾ ഉണ്ടാക്കുന്നതും ഒടുവിൽ രായ്ക്ക് രാമാൻ ഒറ്റ രാത്രി കൊണ്ട് ഉത്തരവിറക്കി പാവപ്പെട്ട പാസ്റ്റർമാരെ തെക്കും വടക്കുമായി തലമാറ്റിക്കളഞ്ഞത്. അവർ ഇരുന്ന സഭകളിൽ അവർക്കൊരു സെൻഡ് ഓഫ് വാങ്ങാൻ പോലുള്ള അവസരം കൊടുക്കാതെ ഒറ്റ രാത്രി കൊണ്ടാണ് അത് ചെയ്തത്.
പക്ഷെ അതൊരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ഇതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ചില മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥലമാറ്റത്തിന്റെ ഈ ഒരു പ്രശ്നം കുത്തിപ്പൊക്കി അതിൽ പ്രത്യേകമായി വോട്ട് സമ്പാദിക്കാനായിട്ടുള്ളതായ ഒരു അഭ്യാസമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇവർ പറയപ്പെടുന്ന ഇല്ലാത്ത ഭരണഘടന മെമ്പർഷിപ്പ് ഫീ 50 രൂപ എന്ന് പറയുന്നത്, ഇത് 2022 സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഭരണഘടനാ ഭേദഗതി നിയമവിരുദ്ധമായി വിളിക്കുന്നതും ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ നാളെ ഇതുവരെ അംഗീകരിച്ചു കൊടുക്കാത്തതും. ആ 2023 സ്ഥലമാറ്റം നടന്നു, 2024 സ്ഥലമാറ്റം നടന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത നിയമം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്ഥലമാറ്റം മുഴുവനും അട്ടിമറിച്ചു. അത് കോടതിയിൽ കേസാക്കി ഒരു വിവാദമുണ്ടാക്കി അതിൽ 10 വോട്ട് വാങ്ങാം എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അത് നിയമപരമായി ഗുരുതരമായ കാര്യം കൂടെയാണ്. സ്ഥലമാറ്റം നൽകുന്നത് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പാവപ്പെട്ട പാസ്റ്റർമാർക്ക് ഈ മെമ്പർഷിപ്പ് നോക്കിയാണോ സ്ഥലമാറ്റം നൽകുന്നത്? ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ ഒരു സംഘടനയാണ്, അപ്പോൾ തന്നെ ഇതൊരു സഭയാണ്. ആ സഭയിൽ പാസ്റ്റർമാരുടെ നിയമനത്തിനും അവരുടെ സ്ഥലമാറ്റത്തിനും നാളിതുവരെ 1935 ഏലൂരിൽ IPC രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡം നോക്കിയല്ല ലോക്കൽ സഭയിലെ ശുശ്രൂഷകർക്ക് സ്ഥലമാറ്റം നൽകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇവരുടെ ഈ ഉമ്മാക്കിയിൽ ദയവായി നമ്മുടെ സഭകൾ, ശുശ്രൂഷകർ വീണു പോകരുത്, അറിഞ്ഞിരിക്കണം. ഇത് ഇവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകരുടെ സ്ഥലമാറ്റത്തിന് ഭരണഘടനയിൽ എങ്ങും പറഞ്ഞിട്ടില്ല മെമ്പർഷിപ്പ് ഫീ പുതുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട്. മെമ്പർഷിപ്പ് ഫീ ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്, 5 രൂപ വെച്ചും. അതുപോലെ തന്നെ സഭയുടെ മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് വേണ്ടിയുള്ള സഭാംഗത്വത്തിൻ്റെത് 100 രൂപയും. ഇത് കൊടുക്കുവാൻ വിശ്വാസികൾ ഇപ്പോഴും തയ്യാറാണ്. ഇല്ലാത്ത ഭരണഘടനയുടെ പേരിൽ, ഇല്ലാത്ത മെമ്പർഷിപ്പിന്റെ പേരിൽ വ്യാജപ്പിരിവ് നടത്തുന്നത് അനുവദനീയമല്ല. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ അടിവരയിട്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു.